വെൽക്കം ടു തിന്ന സ്റ്റോറീസ്. ഗൗരിയും കാത്ത് സ്റ്റേഷനിൽ അവളുടെ അങ്കിളും മോനും നിൽപ്പുണ്ടായിരുന്നു. അവൾ നടന്നു വരുന്നത് കണ്ടതും അങ്കിളുടെ മോൻ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. വെൽക്കം ബാക്ക് ടു മൈ സീസ്. എൻ്റെ ചേച്ചി, വെക്കേഷനായിട്ട് ഞാൻ ബോറടിച്ചിരിക്കായിരുന്നു. നീ വന്നല്ലോ, ഈ നമുക്ക് വീട് രണ്ടാക്കാം എന്ന് അമ്മാവൻ്റെ മോൻ ഗൗതം പറഞ്ഞു. ഗൗതം ഗൗരിയേക്കാൾ 11 വയസ്സ് ഇളയതാ. അതുകൊണ്ട് തന്നെ ഗൗരിക്ക് ഗൗതമിനെ ജീവന. തിരിച്ചും ഗൗതമനെയും അങ്ങനെ തന്നെയാട്ടോ. ഗൗരിക്ക് കൂടപ്പറപ്പുകളൊന്നും ഇല്ലാത്ത കൊണ്ട് ഗൗരി അവനെ ആ സ്ഥാനത്താണ് കണ്ടിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാ അവൻ ജനിച്ചപ്പോൾ അവളുടെ പേരിന് മാച്ചായിട്ട് ഒരു പേരിട്ടതും. അവൾ അവനെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു ഉമ്മ കൊടുത്തു. അവളുടെ അടുത്തേക്ക് അങ്കിളും അപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. മോളെ, എങ്ങനെയുണ്ടായിരുന്നു യാത്ര? ക്ഷീണമൊന്നുമില്ലല്ലോ? അങ്കിള് ചോദിച്ചു. ഇല്ലെന്ന് അവൾ മറുപടി കൊടുത്തു. ശരി, എന്നാ വായോ, ആൻറ്റി നിനക്ക് ഇഷ്ടമുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഗൗരിയുടെ അങ്കിൾ ലഗേജുകളൊക്കെ വണ്ടിയിൽ കയറ്റി. വണ്ടിയിൽ കയറിയിട്ടും സൈഡിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൗരി. ഗൗതം ഒരുപാട് പ്രതീക്ഷയോടെയായിരുന്നു അവളെ കൂട്ടാൻ വന്നിരുന്നത്. ചേച്ചി ഓടി വരും, എന്നെ കിസ് ചെയ്യും, എന്നിട്ട് ഞങ്ങൾ ഒരുപാട് കഥകൾ പറയും, പാട്ടുപാടും, അവന് ഒരുപാട് ഗിഫ്റ്റ് കൊടുക്കും എന്നൊക്കെ ആലോചിച്ച് ത്രില്ലിലായിരുന്നു അവൻ. പക്ഷേ ഗൗരി അവനോട് അധികമൊന്നും മിണ്ടാതിരുന്നപ്പോൾ ഗൗതമിന് ആകെ നിരാശയായിപ്പോയി. അവന് മറ്റേ സീറ്റിൽ അവനോട് മിണ്ടാതിരിക്കുകയായിരുന്നു. അങ്കിൾ ഡ്രൈവ് ചെയ്യുമ്പോഴും അവരുടെ ഇരിപ്പ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്കിള് തൻ്റെ മക്കള് ഇങ്ങനെ സൈലൻ്റായി ഇരിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. കാര്യങ്ങളെല്ലാം അറിയുന്നതൊക്കെ കൊണ്ട് തന്നെ അങ്കിള് പ്രത്യേകിച്ചൊന്നും മിണ്ടാൻ പോയില്ല. അങ്കിളുടെ വീടെത്തിയതും ആൻറ്റി അടുക്കളയിൽ നിന്ന് ഓടി ഉമ്മറത്തേക്ക് എത്തി. വണ്ടി ഇറങ്ങുന്ന ഗൗരിയെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. എൻ്റെ കൊച്ചെത്തിയോ? എത്ര നാളായി ഞാൻ എൻ്റെ മോളെ കണ്ടിട്ട്. ആകെ ക്ഷീണിച്ചു പോയി എൻ്റെ കുട്ടി. ഗൗരി മോളെ, ഞാനേ നിനക്ക് ഇഷ്ടമുള്ള എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, എൻ്റെ പൊന്നു വായോ എന്ന് പറഞ്ഞ് വീടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി ഗൗരിയെ. അവർ ഒരുപാട് സംസാരിക്കുമ്പോഴും ഗൗരിയുടെ മറുപടി ഒരു ചിരി മാത്രമായിരുന്നു. പണ്ടത്തെ പോലെ ഗൗരിക്ക് അത്ര ഉത്സാഹമൊന്നുമില്ല. പണ്ടത്തെ ഗൗരിയും ഇപ്പോഴത്തെ അവരുടെ ഗൗരിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കളിയും ചിരിയും പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് ഒരു ഉത്സവ പ്രതീതിയായിരുന്നു ഗൗരി വീട്ടിൽ വരുമ്പോഴൊക്കെ മിക്കതും. വന്നെത്തുമ്പോഴേക്കും വിശപ്പ് തുടങ്ങിക്കാണും ഗൗരിക്ക് മുൻപൊക്കെ. എന്നാൽ ഇപ്പോൾ എല്ലാം മാറിയിരിക്കുന്നു. ഗൗരി ഭയങ്കര സൈലൻ്റായി. ചിരിക്കാൻ തന്നെ മറന്നുപോയ ഒരു ഗൗരിയായിരുന്നു അവർ കണ്ടത്. അങ്കിൾക്കും ആൻറ്റിക്കും ഗൗരിയുടെ ആ അവസ്ഥ കണ്ടപ്പോൾ ശരിക്കും വിഷമമായി. പക്ഷേ അത് അവളുടെ മുമ്പിൽ അവർ കാണിച്ചില്ല. മോളെ ഗൗരി, മോളിലാണ് മോളുടെ റൂം കേട്ടോ, മോൾ പോയി ഫ്രഷ് ആയിട്ട് വായോ എന്ന് ആൻറ്റി പറഞ്ഞു. അവൾ റൂമിലേക്ക് പോയി. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോഴും അവൾ ആരോടും പ്രത്യേകിച്ചൊന്നും മിണ്ടിയില്ല. ഗൗതം പാവം, അവൻ ചേച്ചി എന്നോട് എന്തെങ്കിലും മിണ്ടും, ഒരു ഉരുള വാരിത്തരും എന്നൊക്കെ പ്രതീക്ഷിച്ച് അവളെ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ഗൗരി അതൊന്നും ശ്രദ്ധിച്ചില്ല. അവള് കഴിച്ചെന്ന് വരുത്തിയിട്ട് റൂമിലേക്ക് പോയി. അവള് പോയത് കണ്ടതും ഗൗതമ ഫുഡ് നിർത്തി. അവൻ്റെ മുഖം ചെറുതായിട്ടൊന്ന് വലിഞ്ഞു മുറുകി. പിറ്റേന്ന് രാവിലെ അങ്കിളും ആൻറ്റിയും കൂടി കിച്ചണിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു. എന്താലേ നമ്മുടെ ഗൗരിമോളുടെ കാര്യം? എങ്ങനെ നടന്ന കൊച്ചാ, ഇപ്പം കണ്ടില്ലേ? അങ്കിള് പറഞ്ഞു. അതെ ഏട്ടാ, എനിക്ക് സഹിക്കുന്നില്ല. നമ്മുടെ മോളെ നമ്മൾ എങ്ങനെ വളർത്തിയതാ. ഗൗതം ഉണ്ടാവാൻ വൈകിയപ്പോഴും ആ കുറവ് അറിയിക്കാതിരുന്നതേ ഗൗരിമോളാ. അവളുടെ കളിയും ചിരിയൊക്കെ കാണുമ്പോൾ വേദനകളൊക്കെ മറക്കുമായിരുന്നു. കുഞ്ഞുങ്ങൾ ഇനി ഇല്ലെങ്കിൽ സാരല്ല, നമുക്ക് നമ്മുടെ ഗൗരിമോളുണ്ടെന്ന് പറയായിരുന്നില്ലേ നമ്മൾ? പലരും ചോദിക്കുമ്പോൾ അവൾ പറയായിരുന്നു അവൾക്ക് 2 അമ്മയും 2 അച്ഛനുണ്ടെന്ന്. അങ്ങനെയൊക്കെ പലതും പറഞ്ഞ് നമുക്ക് ജീവിതത്തിൽ സന്തോഷമായി മാറിയ മോളാ ദേ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു, ആൻറ്റി പറഞ്ഞു. ഗൗതമിന് പോലും അവളുടെ ആ ഇരിപ്പേ സഹിക്കുന്നില്ല. അവനും മൂഡ് ഓഫാ എന്ന് അങ്കിള്. ഇതെല്ലാം കേട്ട് ഗൗരി നിൽപ്പുണ്ടായിരുന്നു. അവളെ ഓടി റൂമിൽ കയറി പൊട്ടിക്കരഞ്ഞു. ഒരുത്തൻ ചതിച്ചെന്ന് കരുതി തന്നെ ജീവനായി കരുതുന്ന പലരെയും താൻ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. തനിക്കൊരിക്കലും പഴയ ഗൗരി അവൻ ഇനി സാധിക്കില്ല. എന്നാൽ അങ്ങനെ അഭിനയിച്ച് വേണ്ടപ്പെട്ടവരെ സന്തോഷിപ്പിക്കുകയെങ്കിലും താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചെയ്യണമെന്ന് അവൾ തീരുമാനിച്ചു. അവള് മുഖമൊക്കെ കഴുകി മേക്കപ്പൊക്കെ ഒന്നിട്ട് താഴേക്ക് എത്തി. അവിടെ ഗൗതം സൈലൻ്റായി ഇരിക്കുമായിരുന്നു. അവൾ പുറകിലൂടെ ചെന്ന് അവനെ പേടിപ്പിച്ചു. ഗൗതം ഒറ്റ ചാട്ടം. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ ഗൗരി. അവളെ കണ്ടതും അവനൊന്നും മിണ്ടിയില്ല. അവൾ ചിരിച്ചു കൊണ്ട് പറഞ്ഞു,
എടാ കുട്ടൂസ്, നീ പേടിച്ചോയോ? നിന്റെ കുഞ്ഞേച്ചി ഒരു തമാശ കാണിച്ചതല്ലേടാ ചക്ക. കുട്ടൂസോ? ആരുടെ കുട്ടൂസ്? അവനൊരു കുഞ്ഞു ദേഷ്യം കാണിച്ചു ഗൗരിയോട്. അതെന്താടാ അങ്ങനെ ചോദിച്ചേ? ഇത് എൻ്റെ കുട്ടൂസ്, നിന്റെ കുട്ടൂസ് അല്ലേടാ? ഞാൻ കുട്ടൂസ് തന്നെയാ, പക്ഷേ കുഞ്ഞേച്ചിയുടെ കുട്ടൂസ് അല്ല എന്ന്. അതെന്താടാ? അതെന്താന്ന് നിനക്ക് അറിയില്ലടി ചേച്ചി? ഇല്ലടോ, എനിക്ക് ഓർമ്മയില്ലാന്നേ. എന്നാ എനിക്ക് ഓർമ്മയുണ്ട്. എന്നാലും എന്തൊരു ജാടയായിരുന്നു നിനക്ക്. എന്നെ നേരെ മൈൻഡ് പോലും ചെയ്തില്ല. ഒരു ഉരുള ചോറ് വാങ്ങിത്തരും പറഞ്ഞിട്ടേ ഞാൻ എത്ര വെയിറ്റ് ചെയ്തറിയോ? അതെങ്ങനെയാ? ഞാൻ ചേച്ചിയുടെ സ്വന്തം ബ്രദറല്ലല്ലോ, കസിനല്ലേ. അവനങ്ങനെ പറഞ്ഞതും ഗൗരിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ഇന്നലെ തൻ്റെ പെരുമാറ്റം അവൻ്റെ കുഞ്ഞു മനസ്സിൽ എന്തൊക്കെ ചിന്തകളാണ് ഉണ്ടാക്കിയെന്ന് അവൾ ആലോചിച്ചു. അവൻ്റെ ചിന്തകളാ അവനറിയാതെ പുറത്തു വരുന്നത്. നാം പലപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതുന്നവർക്ക് വേണ്ടിയിട്ടേ നമ്മളെ ഇമ്പോർട്ടൻ്റായി കരുതുന്ന പലരുടെയും ഫീലിങ്സ് കാണാതിരിക്കും, ചിലപ്പോൾ കണ്ടില്ലെന്ന് നടിക്കും. അങ്ങനെ ഒരു തെറ്റ് ഗൗരിക്കും പറ്റി. ഗൗരി അവനെ ചേർത്ത് പിടിച്ചു. ആരാടാ പറഞ്ഞേ നീ എൻ്റെ സ്വന്തം ബ്രദറല്ലെന്ന്? നീ ഒന്ന് കണ്ണാടി നോക്കിക്കേ, നമ്മളെ കാണാൻ സിമിലർ അല്ലേ? എൻ്റെ നുണക്കുഴിയെ അതുപോലെ നിനക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ എൻ്റെ പേര് നോക്കി, ഗൗരി. നിന്റെ പേരെന്താ? ഗൗതം. നിനക്കറിയോ, എൻ്റെ ഫോണിലെ വാൾപേപ്പർ പോലും നീയാ, എന്നിട്ടാ നീ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് പറഞ്ഞ് ഗൗരി ഒന്ന് ചിണുങ്ങി. അവൾക്ക് വിഷമമായെന്ന് ഗൗതമിന് മനസ്സിലായി. അവന് അധിക നേരമൊന്നും ഗൗരിയുടെ അടുത്ത് പിടിച്ചു നിൽക്കാനാവില്ല. അവൻ തിരിച്ചും അവളെ കെട്ടിപ്പിടിച്ചു. സോറി ചേച്ചിക്കുട്ടി, ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞു പോയതല്ലേ, ക്ഷമിക്കുന്നേ. നിനക്കറിയാലോ നീ എനിക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഞാൻ നിന്റെ കാര്യത്തിൽ ഭയങ്കര പൊസസീവാ, അതുകൊണ്ടല്ലേ. ശരി, തൽക്കാലം ക്ഷമിച്ചിരിക്കുന്നു. ഇനി എൻ്റെ കുട്ടൂസ് ഇങ്ങനെയൊന്നും പറയല്ലേ. ഇല്ല പൊന്നിയേച്ചി, പ്രോമിസ്. എൻ്റെ കുഞ്ഞേച്ചിയുടെ കുട്ടൂസെ ഇങ്ങനെ ഒന്നും പറയില്ല കേട്ടോ. പിന്നെ എനിക്ക് ഫുഡ് വരുത്തരണേ. ഓക്കെ കുട്ടൂസെ, നീ ആൻറ്റിയോടെ ഫുഡ് എടുത്ത് വെക്കാൻ പറ. ഇവരുടെ ഈ സംഭാഷണങ്ങളൊക്കെ ആൻറ്റി അങ്കിളും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവർ കളിച്ച് ചിരിക്കുന്നത് കണ്ടപ്പോഴേ ആൻറ്റിക്കും അങ്കിൾക്കും വളരെ സന്തോഷമായി. ചേച്ചി പെണ്ണെ, ഒന്ന് ഹോട്ട്സ്പോട്ട് ഓണാക്കി തരുമോ? ഇന്നത്തേക്ക് തരാം എന്ന് പറഞ്ഞു ഗൗരി. ഗൗരി ഹോട്ട്സ്പോട്ട് ഓണാക്കിയതും അവളുടെ ഫോണിലെ 2 ഡിവൈസ് കണക്റ്റായി. ഒന്ന് ഗൗതമിൻ്റേത്, മറ്റേത് ആരുടെയാ? നമുക്ക് അടുത്ത പാട്ടിൽ നോക്കാം കേട്ടോ.